ഹലോ ഗൈസ്, ആർ ജെ ഫ്രെയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് WPL വുമൻസ് പ്രീമിയർ ലീഗ് 2026 കുറിച്ചാണ്. WPL 2026 ഇന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് RCB ആണ് ആദ്യത്തെ മാച്ച്. അപ്പോൾ നമുക്ക് WPL 2026 ടീമുകളെ കുറിച്ച് ഒന്ന് അറിയാം. മൊത്തം 5 ടീമുകളാണ് WPL വരുന്നത്. ഇതേവരെ 2023 WPL കിക്ക് സ്റ്റാർട്ട് ചെയ്തത്. 2023 2025 മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു ചാമ്പ്യന്മാർ. ഹർമൻപ്രീത് കൗറിൻ്റെ നേതൃത്വത്തിലുള്ള മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു ചാമ്പ്യന്മാർ. 2024 RCB ഫ്രാഞ്ചൈസിക്ക് ആദ്യമായി കിരീടം നേടിക്കൊടുത്ത് നമ്മുടെ സ്മൃതി മന്ദാനയുടെ നേതൃത്വത്തിലുള്ള RCB ടീമായിരുന്നു 2024 കിരീടം നേടിയത്. അങ്ങനെ 3 വർഷത്തെ WPL സൈക്കിളിന് ശേഷം ഈ വർഷം 2026 കളിക്ക് മുന്നേ മെഗാ ഓപ്ഷൻ നടന്നിരുന്നു. അപ്പോൾ 5 ടീമും ഏകദേശം അത്യാവശ്യം നന്നായിട്ട് ഓപ്ഷൻ ചെയ്തു. അപ്പോൾ ചില മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കത് ചർച്ച ചെയ്യാം. ആദ്യമായി നോക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് MI ടീം അവരുടെ കോറിനെ നിലനിർത്തിയാണ് ഓപ്ഷൻ വന്നത്. നാറ്റ്സിവർ ബണ്ട്, ഹെയ്ലി മാത്യൂസ് തുടങ്ങിയ അവരെ കോർ ബാറ്റ്സ്മാരെ അവർ നിലനിർത്തി. പിന്നെ ഓപ്ഷനിൽ അവർ ഷബ്നം ഇസ്മായിലിനെ, അവരെ പ്രീമിയം ബോളറായ ദക്ഷിണാഫ്രിക്കയുടെ ഷബ്നം ഇസ്മായിലിനെ അവർ വിളിച്ചെടുത്തു. പിന്നെ ഹർമൻപ്രീതും പിന്നെ ഇന്ത്യൻ അണ്ടർ-19 വിക്കറ്റ് കീപ്പർ ബാറ്ററായ G കമാലി എന്നിവരുൾപ്പെടുന്ന അവരുടെ ബോളിംഗ് നിരയും സ്ട്രോങ് ആണ്. പിന്നെ ബാറ്റിംഗ് നിരയും സ്ട്രോങ് ആണ്. അവരുടെ ബോളിംഗ് നിരയിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഓൾറൗണ്ടേഴ്സും അതേപോലെ ഈ മില്ലി ഇല്ലിംഗ്വർത്തിനെ പോലുള്ള ഓൾറൗണ്ടേഴ്സിനെ അവർ വിളിച്ചെടുത്തിട്ടുണ്ട്. ബോളിംഗ് സൈഡും നോക്കുകയാണെങ്കിൽ അവർ ഓക്കെ സൈഡാണ്. പിന്നെ അടുത്ത ടീമിലേക്ക് വരികയാണെങ്കിൽ RCB തീർച്ചയായും അവരുടെ സ്റ്റാർ ഓൾറൗണ്ടറായ എല്ലിസ് പെറി ഈ വർഷം അവർ പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വോയിഡ് തീർച്ചയായും അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. എന്നിരുന്നാൽ പോലും ജോർജിയ വോൾ, ഗ്രേസ് ഹാരിസ്, നാഥൻ ഡി ക്ലർക്ക് തുടങ്ങിയ ഓൾറൗണ്ടർ സ്റ്റാർ ബാറ്റ്സ്മാൻമാരുള്ളപ്പോൾ അവർ ടീം സ്ട്രോങ് ആണ്. പിന്നെ അവർ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതലായും അവർ ഇന്ത്യൻ ബോളേഴ്സിനെയാണ് അവർ കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത്. പൂജ വസ്ത്രാക്കർ, അരുന്ധതി റെഡ്ഡി പോലുള്ള ഇന്ത്യൻ പേസേഴ്സും ലോറൻ ബെൽ, ലിൻസി സ്മിത്ത് പോലുള്ള ഓവർസീസ് പ്ലെയേഴ്സും അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. പിന്നെ നമ്മുടെ വെടിക്കെട്ട് സെൻസേഷൻ റിച്ചാഘോഷ് ആണ് അവരുടെ വിക്കറ്റ് കീപ്പറായി വരുന്നത്. പിന്നെ അപ്പോൾ ഓവറാൾ നോക്കുകയാണെങ്കിൽ RC ടീം സ്ട്രോങ് ആണ്. പിന്നെ അടുത്ത ടീം ഡൽഹി ക്യാപിറ്റൽസ് ആണ്. ഡൽഹി ക്യാപിറ്റൽസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായ 3 വർഷം 2023 25 വരെയുള്ള 3 വർഷം അവർ ഫൈനലിൽ വന്നു. മെക്ലാനിങ്ങിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഡൽഹി ക്യാപിറ്റൽസ്. പക്ഷെ 3 വർഷം അവർ ഫൈനലിൽ തോറ്റു. അതൊരു വളരെ സങ്കടകരമായുള്ളൊരു അവസ്ഥയാണ്. അവർ സത്യം പറഞ്ഞാൽ ഫ്രാഞ്ചൈസിക്കുള്ളൊരു ശാപമാണെന്ന് തോന്നുന്നു. IPL ഗതി പിടിക്കുന്നില്ല, WPL ഗതി പിടിക്കുന്നില്ല. അതേതായാലും ഇക്കുറി മാറ്റാനുറച്ച് അവർ ഇപ്രാവശ്യം ആ ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത് ക്യാപ്റ്റൻ ജെമീമ റോഡ്രിഗസിനാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റാർ ബാറ്ററായ ജെമീമ റോഡ്രിഗസാണ് ഇപ്രാവശ്യം അവരുടെ ക്യാപ്റ്റൻ. ആനബൽ സദർലാൻഡ് അവരുടെ സ്റ്റാർ ഓൾറൗണ്ടർ ചില പേഴ്സണൽ റീസൺസ് കാരണം പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഷഫാലി വർമ്മയും ഒക്കെ ഉൾപ്പെട്ട അവരുടെ ടീം വളരെ സ്ട്രോങ് ആണ്, ഡൽഹി ടീമിൻ്റെ. പിന്നെ വരികയാണെങ്കിൽ ഗുജറാത്ത് ജയൻസ് അവരുടെ കഴിഞ്ഞ വർഷത്തെ ക്യാപ്റ്റനായ ആഷ്ലെ ഗാർഡനർ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം ക്യാപ്റ്റനായിട്ട് RCBയിൽ നിന്നുള്ള കഴിഞ്ഞ വർഷം RCBയിൽ കളിച്ച സ്റ്റാർ പേസർ രേണുക സിംഗിനെയൊക്കെ അവരുടെ സ്ക്വാഡിലേക്ക് അവർ വിളിച്ചു കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗുജറാത്ത് ജയൻസും വളരെ നല്ല സെറ്റായ ടീമാണ്. പിന്നെ UP വാരിയേഴ്സിൻ്റെ വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താ വെച്ചാൽ അവരുടെ സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ അലീസ ഹീലി അവർ റിലീസ് ചെയ്തു എന്ന് മാത്രമല്ല, മെഗാ ഓപ്ഷനിൽ ഒരു ടീം പോലും അലീസ ഹീലിക്ക് വേണ്ടി വിളിച്ചില്ല എന്നുള്ളതാണ്. അത് മേ ബി എന്താണ് റീസൺ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അലീസ ഹീലിക്ക് പകരം ഇപ്രാവശ്യം അവർ 3 വർഷം ഡൽഹി ക്യാപിറ്റൽസിനെ ഫൈനലിലെത്തിച്ച മെഗ്ലാനിങ്ങിനെ തന്നെ അവർ അവരുടെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ക്യാപ്റ്റനാക്കിയിട്ടുണ്ട്. മെഗ്ലാനിങ് മാത്രമല്ല, നമ്മുടെ സ്റ്റാർ ഓൾറൗണ്ടറായ ദീപ്തി ശർമ്മ, അതേപോലെ ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാർ സ്പിന്നറായ
സോഫി എക്ലസ്റ്റൺ എന്നിവരെയൊക്കെ ടീമിൽ അവർ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ യു പി വാരിയേഴ്സും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ നല്ല ടീമാണ്. അപ്പോൾ ഈ വർഷം നമുക്കൊരു തീപാറുന്ന ഒരു WPL തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇന്നത്തെ ആദ്യത്തെ മാച്ച് MI വേഴ്സസ് RCB ആണ്. നവി മുംബൈയിലാണ് വെച്ചാണ് മത്സരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടീമുകളെ കുറിച്ചൊന്ന് ചർച്ച ചെയ്താൽ, MI ടീമിൽ ഇന്ന് വരുന്ന ഫോറിൻ പ്ലേയേഴ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആ 4 ഫോറിൻ ഓവർ സ്ലോട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും ഹെലി മാത്യൂസ് ആയിരിക്കും. അതിൽ നമ്പർ 1 അവരുടെ ഓപ്പണർ. പിന്നെ 1 ഡൗൺ അവരുടെ തീർച്ചയായും ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാർ ഓൾറൗണ്ടർ നാൻസി വെർബ്രണ്ട് ആയിരിക്കും. പിന്നെ അവരുടെ 3rd ഓവർസീസ് സ്ലോട്ട് ന്യൂസിലാൻഡിൻ്റെ ലെഗ് സ്പിന്നറായ അമേലിയ കെർ ആയിരിക്കും. അവരൊരു ബാറ്റ്സ്മാനും കൂടിയാണ്. പിന്നെ അതേപോലെ അവരുടെ 4th ഓവർസീസ് സ്ലോട്ട് വരുന്നത് ദക്ഷിണാഫ്രിക്കൻ പേസറായ ഷബനം ഇസ്മായിൽ ആയിരിക്കും. ഒരു സ്ട്രോങ് ടീം തന്നെയാണ് മുംബൈ. ഈ വർഷം കിരീടം നേടാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് മുംബൈ വരുന്നത്. മറുഭാഗത്ത് RCBയിൽ നോക്കുകയാണെങ്കിൽ എല്ലിസ് പെറി ഉണ്ടാക്കുന്ന ഒരു അഭാവം അതൊരു ഭയങ്കര വലിയൊരു വിടവാണ്, വോയിഡാണ്. എന്നിരുന്നാൽ പോലും ജോർജിയ വോൾ ഓപ്പണിങ്ങിലേക്ക് ഓസ്ട്രേലിയൻ ബാറ്റ്സ്വുമണായ ജോർജിയ വോൾ തീർച്ചയായും അവരുടെ 11-ലുണ്ടായിരിക്കും. ജോർജിയ വോൾ, സ്മൃതി മന്ദാനായിരിക്കും ഓപ്പണിംഗ്. പിന്നെ ഓസ്ട്രേലിയൻ ഹാർഡ് ഹിറ്ററായ ഗ്രേസ് ഹാരിസ് തീർച്ചയായും അവരുടെ 11-ലുണ്ടായിരിക്കും. പിന്നെ ഫിനിഷറായി നാഥൻ ഡി ക്ലർക്ക്, ദക്ഷിണാഫ്രിക്കയുടെ ഓൾറൗണ്ടർ നാഥൻ ഡി ക്ലർക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഇംഗ്ലണ്ട് പേസറായ ലോറൻ ബെൽ ഉണ്ടായിരിക്കും. ലോറൻ ബെല്ലും പിന്നെ അതേപോലെ ലിൻസി സ്മിത്തും ആയിരിക്കും 4th ഓവർസീസ് സ്ലോട്ടിന് വേണ്ടിയുള്ള മത്സരം അവിടെ ഉണ്ടായിരിക്കും RCB ടീമിൽ. സ്മൃതി മന്ദാന, അതേപോലെ റിച്ച ഘോഷ് എന്നിവർ തുടങ്ങിയ ബാറ്റേഴ്സും, പൂജ വസ്ത്രാക്കർ, അരുന്ധതി റെഡ്ഡി, നമ്മുടെ സ്പിന്നറായ ശ്രേയങ്ക പാട്ടീൽ ഒക്കെ RCB ടീമിലുണ്ട്. RCB ടീമും വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇന്നത്തെ മത്സരം ഏതായാലും തീപാറുമെന്ന് ഉറപ്പാണ്. അപ്പോൾ മത്സരത്തിന് ശേഷം മത്സരത്തിൻ്റെ റിവ്യൂമായിട്ട് കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.